പല കാരണം കൊണ്ടും പല രീതിയിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കും. തറയൊക്കെ കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചത്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. സഞ്ചരിക്കാൻ ഒരു വാഹനം ഉണ്ടായിരിക്കുക, കഴിയാനുള്ള പൈസ ഉണ്ടായിരിക്കുക, നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കുക, കുടുംബ ബന്ധങ്ങൾ എപ്പോഴും നല്ല ഊഷ്മളമായിരിക്കുക, ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. പക്ഷേ എത്ര പേർക്ക് അതൊക്കെ ശരിയായിട്ട് എത്ര പേര് ഒരുപാട് ദുഃഖിച്ചു കഴിയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ശരിക്കുമുള്ള കാരണം ഒന്നുമില്ല. നമ്മളെ മറന്ന് മീൻസ് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളുണ്ട്. നമ്മളെ നേരിൽ കാണുന്ന ആൾക്കാരാണ് നമുക്ക് ജന്മം തന്നത്, നമ്മളെ ജനിപ്പിച്ചത്. അവരെ നമ്മൾ ഒരിക്കലും നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിക്കാതിരിക്കുക. അപ്പോൾ അഥവാ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണ് അവരോട് മാപ്പ് പറഞ്ഞ് വീണ്ടും ആവർത്തിക്കാതിരിക്കുക. മരിച്ചു പോയവരാണ് അവരോട് എന്നും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അറിയാതെ ചെയ്ത് തെറ്റുകൾ പുറത്തു തരണമെന്ന്. അത് പിന്നെ അടഞ്ഞ വാതിൽ വന്ന് എല്ലാവരും തൊഴുന്നുണ്ട്. തുറക്കാത്തത് കൊണ്ട് അകത്തുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല. ഓർമ്മിക്കുക, അവർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പിന്നെ നമ്മൾ ദൈവം, നമ്മുടെ ഇഷ്ട ദൈവം ആരാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക. അത് ഏത് മതമാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവരാണ്. താമരമൊട്ടാണ്, താമരപ്പൂവിൻ്റെ വലിയൊരു തണ്ടോടുകൂടി മൊട്ടാണ് ഇവിടുത്തെ വഴിപാട്. പിന്നെ സാമ്പ്രാണി. 100% ജീവിതത്തിൽ വിജയം. ഹെൽത്ത് ആൻഡ് ഹാപ്പി ആൻഡ് പ്രോഗ്രസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊടുത്താൽ അതൊക്കെയാണ് അനുഭവങ്ങൾ. നന്മ ചെയ്യാൻ ശ്രമിക്കുക, ആർക്കും ഒരു ദോഷം വരാതെ എപ്പോഴും നമ്മളായിട്ട് ജീവിക്കുക. വിശ്വാസം ഉണ്ടായിരിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. അങ്ങനെ ഒന്ന് ചിന്തിച്ച് ജീവിക്കുക.